ഇന്ത്യൻ തീർത്ഥാടകർക്ക് ഹജ്ജ് കർമ്മത്തിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഹജ്ജ് കർമ്മം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരുക്കിക്കഴിഞ്ഞതായി ഇന്ത്യൻ കോൺസുലേറ്റിലെ ഹജ്ജ് കോൺസൂൽ മുഹമ്മദ് നൂർ ഷെയ്ഖ് അറിയിച്ചു. മെച്ചപ്പെട്ട സൗകര്യമാണ് ഇത്തവണ ഇന്ത്യൻ ഹാജിമാർക്കായി ഒരുക്കിയിരിക്കുന്നത്. മസ്ജിദുൽ ഹറമിലെ ക്രെയിൻ ദുരന്തത്തിൽ 12 ഇന്ത്യക്കാരാണ് മരിച്ചത് എന്നും കാണാതായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഹാജിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകർക്ക് ഹജ്ജ് കർമ്മത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഹജ്ജ് കർമ്മം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരുങ്ങിക്കഴിഞ്ഞതായും ഇന്ത്യയിൽ നിന്നുള്ള അവസാനത്തെ ഹാജിയുമായുള്ള വിമാനം നാളെ ജിദ്ദയിലെത്തുമെന്നും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ ഹജ്ജ് കോൺസൽ മുഹമ്മദ് നൂർ ഷെയ്ഖ് അറിയിച്ചു. ഇന്നലെ രാത്രി മക്കയിലെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ ഹാജിമാരുടെ സൗകര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇക്കാര്യം അറിയിച്ചത്. ഹജ്ജ് കമ്മിറ്റി വഴിയെത്തിയ ഇന്ത്യൻ ഹാജിമാരിൽ 51 പേരും സ്വകാര്യ ഗ്രൂപ്പിലെത്തിയ 11 പേരുമടക്കം മൊത്തം 62 ഇന്ത്യൻ ഹാജിമാർ പുണ്യഭൂമിയിൽ മരിച്ചിട്ടുണ്ട്. മസ്ജിദുൽ ഹറമിലെ ക്രെയിൻ ദുരന്തത്തിൽ 12 ഇന്ത്യക്കാരാണ് മരിച്ചത്. കാണാതായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഹാജിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നുണ്ട്. 31 injured Hazis in the accident. 19 were admitted in the Saudi hospitals. In King Faisal Hospital, King Abdulaziz Hospital and Noor Hospital. And there were another 12 Hazis who were treated in our hospitals. മെച്ചപ്പെട്ട സൗകര്യമാണ് ഇത്തവണ ഇന്ത്യൻ ഹാജിമാർക്ക് ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ബാഗേജ് പ്രശ്നത്തിലുള്ള പരാതികളാണ് കൂടുതലായുള്ളത്. പാളിച്ചകൾ മനസ്സിലാക്കി അടുത്ത വർഷം മുതൽ പഴുതടച്ച സേവനം ഉറപ്പാക്കും. മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ ഹാജിമാർക്കുള്ള സേവനം എടുത്തു പറയേണ്ടതാണെന്നും ഹജ്ജ് കൗൺസിലർ കൂട്ടിച്ചേർത്തു. ജാഫർ അലി പാലക്കോട്, റിപ്പോർട്ടർ, ജിദ്ദ.